ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് കുഞ്ഞു കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വരുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ വരുന്നത് നമ്മുടെ ചിന്തകളെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിൽ പലവിധ ചിന്തകളുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചിന്തകളും നമുക്ക് കൺട്രോൾ ആക്കുന്ന ചിന്തകളും പറന്നു പോകുന്ന ചിന്തകളുമുണ്ട്. നമ്മൾ എത്ര നിയന്ത്രിച്ചാലും ആ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില ദുഃഖകരമായ ചിന്തകളുണ്ട്. അപ്പോൾ ഈ ചിന്തകൾ, ഈ തോട്ട്സ്, നമ്മുടെ മനസ്സിൽ വന്നുണ്ടാകുന്ന ഓരോ തോട്ട്സാണ് നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്വഭാവത്തിലും പ്രതിഫലിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ചിന്തകൾ, നമുക്ക് വേണ്ടുന്ന അനാവശ്യ തോട്ട്സ്, അത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ തുടച്ചു മാറ്റാൻ ശ്രമിക്കണം. അതിന് നമ്മൾ ചില ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മനസ്സിലേക്ക് വേണ്ടാത്ത തോട്ട്സ് വരുമ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നടക്കാൻ പോകുന്ന നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ വേദനാജനകമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് ചുമന്നുകൊണ്ട് നമ്മൾ നടന്നിട്ട് നമുക്ക് ഒരു കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ അതുകൊണ്ട് നടക്കും തോറും നമുക്ക് ഭാരം ഏറി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചിന്തകളെ നമ്മൾ ദൂരോട്ടെടുത്ത് കളഞ്ഞിട്ട് ഭാരം കുറച്ച് നമ്മൾ നടക്കുക. നമ്മുടെ ഭാരമാണ് ഈ വേണ്ടാത്ത ചിന്തകളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പങ്കുവയ്ക്കൽ. നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, നമ്മുടെ വികാരശാന്തി, വിവേകശാന്തി. ഇത് രണ്ടും കണക്റ്റഡാണ്. ഈ വികാരശാന്തി എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെ ഒരു കാര്യം നടത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ഒരു സംഭവം കണ്ടിട്ട് നമുക്കത് വാങ്ങണം, അത് നമുക്ക് വേണം എന്ന് ആഗ്രഹിച്ച് നമുക്കത് കിട്ടാതെ വരുമ്പോഴത്തേന് നമ്മൾ അതിയായി ദുഃഖിക്കുവാണ്. അയ്യോ, എനിക്കതെന്നാലും നടന്നില്ലല്ലോ, ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു കാര്യമുള്ളൂ, എനിക്കത് കിട്ടിയില്ലല്ലോ. ഇങ്ങനെ ഓർത്ത് നമ്മളങ്ങ് മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നടക്കും. പിന്നെ വിവേകശാന്തി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നു, അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ സന്തോഷമാണ്. കാരണം നമുക്കത് കിട്ടാത്ത ഒരു കാര്യത്തിൻ്റെ പുറകെ പോയിട്ട് നമുക്കൊരു കാര്യമില്ല എന്ന് നമുക്കറിയാം. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ മനസ്സാന്നിധ്യത്തോടെ ചിന്തിച്ച് കഴിയുമ്പം നമുക്കവിടെ നമ്മൾ നോർമലാകുകയാണ്. അതേസമയം നമ്മൾ എത്താത്തൊരു കൊമ്പെ ചാടിപ്പിടിക്കാൻ നോക്കും തോറും നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് നമ്മൾ വീക്കാവുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, സമയം. നമ്മൾ ഈ സമയം ഉപയോഗിക്കുന്നത് എങ്ങനെ? ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർക്കും നമുക്കും ഒരേപോലെ 24 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ ഈ സമയമില്ല എന്ന് ആൾക്കാർ പറയുന്നത് വെറും ഒരു പറ്റിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു പറ്റിക്കലാണ്. സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ ഒരു കാര്യം സമയമില്ല എന്ന് പറയുന്നവർ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം ഒന്ന് എടുത്ത് നോക്കി, അവരത് മാറ്റി വെക്കാറില്ല. അവർക്ക് സ്വന്തമെന്ന് തോന്നുന്ന, അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം അവർ മാറ്റി വെക്കാറില്ല. നമ്മൾ ഈ സമയമില്ല എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാം? ഏത് കാര്യങ്ങൾക്കാണെന്നറിയാം? താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക്. നമുക്കൊരു കാര്യത്തോട് താല്പര്യമില്ലെങ്കിൽ അവിടെ നമ്മൾ സമയത്തെ നമ്മൾ കൂട്ടുപിടിച്ച് നമ്മൾ പറയും, ഓ എനിക്ക് സമയം കിട്ടുന്നില്ല, എനിക്ക് തിരക്കാണ്. അങ്ങനെ തിരക്കുള്ള ഒരു മനുഷ്യനുമില്ല. എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. അതുമാത്രം എല്ലാവർക്കും കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെ അവർക്കൊരു 12 മണിക്കൂറേ ഉള്ളൂ, അല്ലെ എനിക്കൊരു 28 മണിക്കൂറുണ്ട്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെയാണ് ടൈം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ടൈം നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ നമ്മളും പഠിക്കുക എന്നുള്ളതാണ്. ചിലർ ഉറങ്ങിത്തീർക്കും, ജീവിതകാലം മുഴുവൻ പകുതി മുക്കാല് സമയം ഉറങ്ങിത്തീർക്കുന്നവരുണ്ട്, അലസനായിട്ട് മടി പിടിച്ചിരിക്കുന്നവരുണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് സമയം കളയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഏതൊരു കാര്യം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്താൽ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ദീർഘവീക്ഷണം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ദീർഘവീക്ഷണത്തോടെ ചെയ്യുക. അതിന് പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതൊരു കാര്യവും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രായോഗിക ബുദ്ധിയും ദീർഘവീക്ഷണം എന്ന് പറയും. അതായത് സ്ത്രീകൾക്ക് പരുന്തിൻ്റെ ബുദ്ധിയാണെന്ന് പറയും. പണ്ടുള്ള എൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കാലത്ത് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഹസ്ബൻഡിനോട് ഇവരൊന്നും പറയാതെ, അല്ലെ ഹസ്ബൻഡ് ഇവരുടെ മനസ്സറിയുന്നത്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ആ ആൾക്കൊന്ന് ദാഹിച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ ഇവർ ആ വെള്ളം കൊണ്ട് അവിടെ അടുത്ത് ചെന്നിരിക്കും. അതവരുടെ ആ മൈൻഡ് തമ്മിലുള്ള ഒരു റിലേഷനാണ്. അവർ പറയാതെ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അന്നുള്ള കാലത്തുള്ള ഭാര്യയും ഭർത്താവും അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ മനസ്സ് പരസ്പരം റീഡ് ചെയ്താണ് ഓരോ കാര്യങ്ങളും. അല്ലാതെ അവർ സംസാരം ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ അല്ല.
അന്ന് നമ്മളെപ്പോലെ ഇന്നിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടാപോടാ ബന്ധമാണ്. പക്ഷെ അന്ന് അങ്ങനല്ല. അവർ ഭയങ്കര ഭർത്താവിനെയൊക്കെ ബഹുമാനിക്കുന്ന കാലമാണ്. ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നതാണ്. ഇന്നിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞെങ്കിൽ വേണേ എടുത്ത് കുടിക്കാൻ പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വഴിമാറി വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഉള്ള കാലത്ത് അങ്ങനെ ദീർഘവീക്ഷണം, അതായത് മൈൻഡ് റീഡ് ചെയ്യുന്ന ഒരു കഴിവുണ്ടായിരുന്നു എന്നാണ്. അത് ഇന്നും ഉണ്ട്. നമ്മളതിന് മനസ്സ് വെക്കാത്തിട്ടാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ എവിടെ പോയാലും നമ്മുടെ മൈൻഡ് അവരുടെ പുറകെ പോയി. നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോലിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ആ കുട്ടി പോകുന്ന ആ വഴി നമ്മുടെ മൈൻഡ് പോകും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ കുട്ടി നമ്മളുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. ഒരമ്മയ്ക്ക് എവിടെ നിന്നാലും മനസ്സിലാവും ആ കുട്ടി എന്താണ് ചെയ്യുന്നത്. നേരി കാണണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ കഴിവുണ്ട്. നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഇന്ന് അങ്ങനെ പോകുന്നത്. പിന്നെ ദീർഘവീക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ, ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം. പണ്ട് ഒരു രാജാവ് ഈ ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂത് കളിച്ച് സർവ്വതും, അന്നതെല്ലാം ഈ ചൂത് കളിച്ചാണല്ലോ എല്ലാം നശിപ്പിക്കുന്നത്. ഈ രാജാവിന് ചൂത് കളിയിൽ തോക്കുന്ന പക്കത്ത് നിൽക്കുവാണ്. അപ്പോൾ ഈ ചൂത് കളിച്ച് മൊത്തം പോകും, സമ്പത്തും എല്ലാം പോകും. ഇത് കണ്ടുകൊണ്ട് രാജാവിൻ്റെ ഭാര്യ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി രാജാവ് തോറ്റു പോയിട്ടുണ്ടെങ്കിൽ സർവ്വതും നഷ്ടപ്പെടും എന്നുള്ള ഇവർക്ക് മനസ്സിലായി. ഇവരുടനെ പ്രായോഗിക ബുദ്ധിയോടെ ഇവർ ഇടപെട്ടു ഇതിനകത്ത്. അവരുടെ ഒരു കുട്ടിയുണ്ടെന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നേച്ച് ഓടി വന്നിട്ട് ഇവർക്ക് ഈ ചൂത് കളിക്കുന്നതെല്ലാം ഇവർ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേനും ആ കുട്ടിയെ കൊണ്ടുപോയി തൊട്ടിലിനകത്ത് കിടത്തിയിട്ട് ഇവർ പാടുവാണ്. ഉന്തുന്തുന്തുന്തുന്ത് ഉന്തുന്തുന്തുന്തുന്ത് ഉന്തുന്ത് ഉന്തുന്ത് ആളെയുന്ത്. ഇത് കേട്ടപ്പോഴേ, അതായത് ഉന്തി ഉന്തി ആളെ ഉന്താൻ. അപ്പോൾ ആ അടുത്ത ഇതിൽ വരേണ്ടത് ആളാണ്. അപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന രാജാവിന് പെട്ടെന്ന് ഇവരുടെ ഈ കുട്ടിയെ താരാട്ട് പാടുന്ന ആ ടോണിൽ തന്നെ ഈ ആളെ ഉന്തെന്ന് പറഞ്ഞപ്പോഴേ ഉടനെ രാജാവിന് കത്തി. ഇതായിരിക്കുമെന്ന്. പക്ഷേ ഇന്നുള്ള ആൾക്കാരാണെങ്കിൽ ഓടിച്ചു വിടും. ഞാൻ ഈ തോൽവിയുടെ വാക്കത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു കൊച്ചിനെ ഉറക്കെന്നും പറഞ്ഞാൽ ഇന്നുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ വേണേൽ 2 എണ്ണം കൂടെ തന്നിട്ട് ഓടിക്കാൻ നോക്ക്. പക്ഷേ അന്നത്തെ ആ ബുദ്ധി കൊണ്ട് ആ രാജാവിന് മനസ്സിലായി ഞാൻ ഈ ആളെ ഉന്തി മാറ്റി വെച്ചാൽ ഞാൻ ജയിക്കൂടെ എന്ന് പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിലും അന്ന് പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ തന്നെ മൈൻഡ് കൊണ്ടുള്ള ഒരു പരസ്പരം ഒരു ഒട്ടലുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതില്ലാതെ വരുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ കൂടുതൽ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതാണ്. ആരിലേക്കും നമ്മളങ്ങനെ അഡിക്റ്റ് ആകാതെ നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആ പണ്ടുള്ള ആ കാര്യത്തിലേക്കുള്ള നമ്മുടെ ആ മൈൻഡ് പോലും അങ്ങനെ ആയി പോകുന്നത്. അതുകൊണ്ട് നമ്മളിനി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സമയത്തെ നമ്മുടെ പരിധിയിൽ നിർത്തുക, നമ്മുടെ ദീർഘവീക്ഷണം നമ്മൾ വികസിപ്പിച്ചെടുക്കുക. അതുപോലെ ഓരോ കാര്യത്തിലും നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കുക. അതിനുള്ള എല്ലാ ശക്തികളും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ മൈൻഡിൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ വേണേലും ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മായ സുരേഷ്. ബൈ ബൈ, സീ യു.